ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിഡിൽ ഏഷ്യ വാറിൽ ഏറ്റവും അതിനിർണായകമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ട്രംപിന്റെ വാർണിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ട്രംപ് എന്തിനാണ് ഇങ്ങനെ വാർണിംഗ് കൊടുക്കുന്നത്? പല ആളുകളും ട്രംപിനെ കളിയാക്കണതായിട്ട് കണ്ടു. അതായത് ട്രംപ് വാർണിംഗ് കൊടുക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രംപ് ഒന്നും ചെയ്യാൻ പോണില്ല, ട്രംപ് ഇറാൻ ആക്രമിക്കില്ല. അതായത് ട്രംപിന് അതിനുള്ള ധൈര്യമില്ല എന്ന രീതിയിലൊക്കെ ഉള്ള സംസാരം പല ഭാഗത്തു നിന്നും പല കമന്റുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, അമേരിക്ക താരിഫ് ഇടും എന്ന് പറഞ്ഞപ്പോ എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ആ കൂട്ടത്തിൽ ഇന്ത്യക്കും താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യയായിട്ട് ഒരു നെഗോസിയേഷൻ വന്ന സമയത്ത് പലരും വിചാരിച്ചിരുന്നത് ഓരോ തവണ അദ്ദേഹം നെഗോസിയേഷൻ 10 ദിവസം കൊടുക്കുന്നു, 15 ദിവസം കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 മാസം കൊടുക്കുന്നു. ഈ രീതിയിലൊക്കെ നെഗോസിയേഷന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ടൈം ലൈൻ നീട്ടി കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം താരിഫ് ഇന്ത്യക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്സ്. അദ്ദേഹം ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അതേ തന്ത്രം, ശരിക്കും പറഞ്ഞാൽ ടഫ് നെഗോഷിയേറ്റർ ആണ് ട്രംപ്. അത് പല അവധികൾ കൊടുക്കുക. ട്രംപ് മാത്രമല്ല കേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അമേരിക്കൻസിനെ കുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അമേരിക്കൻസ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങാതിരുന്ന ടീമുകളാണ്. അവർക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇറങ്ങാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് കച്ചവടം, പണ്ട് മുതൽ ഈ കച്ചവടത്തിൽ താല്പര്യമുള്ളവരാണ്. പക്ഷേ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് കൊണ്ടാണ് പിന്നീട് യുദ്ധത്തിലേക്ക് എന്ത് ചെയ്യുന്നു അമേരിക്ക കടന്നു വരുന്നത്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കച്ചവടമാണ്. അപ്പോ ട്രംപിന്റെ കാര്യം മാത്രമല്ല, എന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു നെഗോഷിയേറ്റർ ആണ്. അത് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കിയാലാണ് ഈ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ടൈം ലൈൻ ഇറാന് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. 48 മണിക്കൂർ കൊടുത്തു, പിന്നെ അത് 10 ദിവസമാക്കി, വീണ്ടും 48 മണിക്കൂർ കൊടുത്തു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം തിങ്കളാഴ്ച രാത്രിയാണ്. ചൊവ്വാഴ്ച മോർണിംഗ് 8 മണി വരെയും ഇറാന് ടൈം ട്രംപ് കൊടുത്തിട്ടുണ്ട് കരാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇറാൻ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിചാരിക്കുന്നത് ഓരോ തവണ ടൈം ലൈൻ നീട്ടി കൊടുക്കുമ്പോഴും അവർ വിചാരിക്കുന്നത് എന്താണ്, അമേരിക്കക്ക് പേടിയുള്ളതുകൊണ്ട് തന്നെയാണ്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ ഇറാന്റെ ആയിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരു കരയുദ്ധത്തിലേക്ക് വന്നാലോ, അതായത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണം കണ്ടിട്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പേടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, പ്രഷർ ടാക്ടിക്സ് ആണ് ഇവിടെ ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രഷർ ചെലുത്തുക, കൂടുതൽ ടൈം കൊടുക്കുക, ഓരോ ദിവസവും കൂടുതൽ ടൈം കൊടുക്കുക, പ്രഷർ ചെലുത്തുക, അണ്ടർഗ്രൗണ്ടിൽ കൂടി ടോക്കുകൾ നടത്താം, ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രം തന്നെയാണ് ട്രംപ് നടത്തുന്നത്. പക്ഷേ ഇതിന്റെ അവസാനം എന്താണ് ഉണ്ടാകുന്നത്? അമേരിക്കക്ക് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നില്ല, ഒരു രീതിക്കും കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ പ്രയോഗത്തിലേക്ക് പോകുന്ന രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അതായത് ഗ്രൈൻഡ് ചെയ്ത് യുദ്ധം തീർക്കാനായിട്ട് യുദ്ധം ചെയ്യാൻ അറിയാത്ത രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഓൾ ഔട്ട് വാർ നടത്താൻ, സിംഗിൾ ഷോട്ടിൽ തീർക്കാനായിട്ട് അതിന് കപ്പാസിറ്റിയും കഴിവുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അത് എന്തായാലും നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ ഈ പറയണത് ട്രംപ് ആക്രമിക്കില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും, ട്രംപ് പേടിച്ചൊക്കെയാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും വാസ്തവം അതല്ല. ടഫായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അണ്ടർഗ്രൗണ്ട് ടോക്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഇറാന്റെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ട്രംപ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യാഘാതം വളരെ ഭീകരമായിരിക്കുള്ളൂ. ഇപ്പോ അവരുടെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും എല്ലാം ആക്രമിക്കുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ ടോക്ക് ഭീകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനല് ആളിക്കത്തുന്ന രീതിയിൽ അദ്ദേഹം അടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. മാക്സിമം ടൈം ലൈൻ കൊടുക്കുക, മാക്സിമം നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക. വഴങ്ങുന്നില്ലെങ്കിൽ ഈ പ്രയോഗത്തിലേക്ക് അമേരിക്ക പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇവിടെ വേണ്ട. നമുക്ക് കൂടുതൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ എന്തായാലും ചൊവ്വാഴ്ച ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരുമാതിരപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, അതായത് അമേരിക്കയുടെ റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്ക്യൂ ഓപ്പറേഷൻ ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം ഞാൻ വീണ്ടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഇറാന്റെ മണ്ണിൽ 800 കിലോമീറ്റർ അതിർത്തിക്കുള്ളിൽ ചെന്നിട്ടാണ് ഈ ഒരു രക്ഷാദൗത്യം നടത്തിയിരിക്കുന്നത്. അതായത് സാധാരണ ഒരു B-28 ബങ്കർ ബസ്റ്ററുമായിട്ട് പോയ F-15 എയർക്രാഫ്റ്റിനെ ഇറാൻ അടിച്ചിടുന്നതോടുകൂടിയാണ് ഇതിനെല്ലാത്തിനും ഒരു തുടക്കമാകുന്നത്. അതിൽ എയർമാൻ രക്ഷപ്പെട്ടെങ്കിലും വെപ്പൺ ഓഫീസർ അപകടത്തിൽപ്പെട്ടു. അദ്ദേഹം സീറ്റ് ഉൾപ്പെടെ, അതായത് F-15 ഒക്കെ പ്രത്യേകത നമുക്കറിയാം, നമ്മൾ പലവട്ടം ഇപ്പൊ കേൾക്കുന്നത്, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇജക്റ്റ് ആവും. ഇജക്റ്റ് ആകുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല ഇജക്റ്റ് ആവുക, രണ്ടുപേരും പുറത്തേക്ക് ഇജക്റ്റ് ആവും. കാരണം ഇതൊരു ഡ്യുവൽ സീറ്റർ ഫൈറ്റർ ജെറ്റ് ആണ്.
F-15 സിംഗിൾ സീറ്ററും ഉണ്ട്. അതുകൂടാതെ ഇതൊരു ഡ്യുവൽ സീറ്റർ ആണ്. അപ്പോ ഒരാൾ എജക്റ്റ് ആയി കഴിഞ്ഞാൽ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളും എജക്റ്റ് ആയി പോകും. ജെറ്റ് ക്രാഷ് ആയാലും സീറ്റ് ഉൾപ്പെടെ എജക്റ്റ് ആയി പോണവർ എവിടെയെങ്കിലും വീണും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിച്ചത് എയർമാൻ എസ്കേപ്പ് ആയെങ്കിലും, എയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈലറ്റ് ആണ് ശരിക്കും ഈ എയർക്രാഫ്റ്റ്. അതിനെ US വിളിക്കുന്ന പേരാണ്, മിലിറ്ററിയുടെ ഇടയിൽ വിളിക്കുന്ന പേരാണ് എയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വെപ്പൺ ഓഫീസർ എന്ത് ചെയ്തു? അപകടത്തിൽപ്പെട്ടു. അദ്ദേഹത്തിന് ശരിക്കും എജക്റ്റ് ആയെങ്കിലും ഈ എജക്റ്റ് ആവുന്ന സീറ്റിൽ തന്നെ പല അസൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 48 ദിവസത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പിസ്റ്റള്, പിന്നെ റേഡിയോ സിസ്റ്റം ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇവരുടെ യൂണിഫോമിന്റെ ഭാഗമാണ്. ഈ പട്ടാളത്തിന്റെ യൂണിഫോമിന്റെ ഭാഗമാണ്. അപ്പോ ഇത് ഉൾപ്പെടെയാണ് ഇജക്റ്റ് ആയത്. ഇങ്ങനെ ഇജക്റ്റ് ആയിട്ട് എന്താണ് ഉണ്ടായത്? ഇറാന്റെ 800 കിലോമീറ്റർ അതിർത്തിക്കുള്ളിലേക്ക് വീണു. സാധാരണ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈമാനികൻ അല്ലെങ്കിൽ ഒരു പൈലറ്റ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ശത്രു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് വീണാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം ശത്രു രാജ്യത്തിന്റെ ബൗണ്ടറിയുടെ ഉള്ളിലാണ് വീണത്. അവിടെ നിന്ന് വേണമെങ്കിൽ ഈസി ആയിട്ട് പൈലറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇറാൻ എന്ന് പറയുമ്പോൾ മലനിരകളാൽ നിബിഡമായിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ ഉള്ളിലാണ് ഈ പൈലറ്റ് പോയി വീണത്. ഈ പൈലറ്റ് അവിടെ വീണതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ വീണ സ്ഥലത്ത് അവിടെ അതിന് ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇവർക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ തന്നെ കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അതായത് വീഴുന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യാതെ മാക്സിമം എത്ര ദൂരം അവർക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അത്ര ദൂരം കവർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. ശരിക്കും 2 കിലോമീറ്റർ ആണോ 20 കിലോമീറ്റർ ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് 20 കിലോമീറ്ററോളം അദ്ദേഹം വീണ ലൊക്കേഷന്റെ സ്ഥലത്ത് നിന്ന് വാക്ക് അവേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ചില മാധ്യമങ്ങൾ പറയുന്നത് 2 കിലോമീറ്റർ ആണ്. എന്താണെങ്കിലും ആ വീണ സ്ഥലത്ത് അദ്ദേഹം സ്റ്റേ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത് ഈ വീണിട്ട് പൈലറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു. ഇഞ്ചേർഡ് ആയ പൈലറ്റ് എന്ത് ചെയ്തു? ആ 2 കിലോമീറ്റർ കുറഞ്ഞ ദൈർഘ്യം നമുക്ക് എടുക്കാം. 2 കിലോമീറ്റർ മലയുടെ ഏറ്റവും സുരക്ഷിതമായ ഭാഗത്തേക്ക് മുകളിലേക്ക് സ്പൈക്ക് ചെയ്ത് കയറി എന്നുള്ളതാണ്. സ്പൈക്ക് ചെയ്ത് കയറിയിട്ട് അവിടെ അദ്ദേഹം ഒളിച്ചിരുന്നു. അതുപോലെ തന്നെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ റേഡിയോ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുന്ന കാരണം ആദ്യം തന്നെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അമേരിക്കൻ സേനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് കിട്ടുന്ന സമയം മുതലാണ് അമേരിക്കയുടെ രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അമേരിക്കയുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അമേരിക്കക്ക്. കാരണം 800 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം അമേരിക്ക അവിടെ നടത്തിയത്. മാത്രമല്ല, അമേരിക്ക ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് ഇറാന്റെ സൈനികർ ഏകദേശം 5000-ഓളം ഇറാന്റെ സൈനികരെ ആ പ്രദേശത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പൈലറ്റിനെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികരെയും കൂടി ബന്ദികളാക്കാനായിട്ട് പല രീതിയിലുള്ള ആക്രമണം ആര് നടത്തി? ഇറാന്റെ സൈന്യം അവിടെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേകതരം ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞ ഒരു ഹെലികോപ്റ്ററും പിന്നെ ഹെർക്കുലീസ് 132 എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററുകളെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രദേശത്ത് റെസ്ക്യൂ നടത്തുന്ന US നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ഹോക്ക് എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആട്ടോ. അത് ശരിക്കും റഡാറിന് വരെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഹെലികോപ്റ്ററാണ്. പിന്നെ അത് മാത്രമല്ല, അതിപ്പോ ഇന്ത്യ US-ന്റെ കയ്യിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടാനായിട്ട്. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ 2 ഹെലികോപ്റ്ററാണ് ആദ്യമായിട്ട് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത്. അതുപോലെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത് പൈലറ്റിനെ കണ്ടുപിടിച്ചു. പൈലറ്റിനെ കൊണ്ട് അതിന്റെ മണ്ണിൽ നിന്ന് അമേരിക്ക പോയി. അത് കടന്നു വരാൻ ഏകദേശം 48 മണിക്കൂറുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആ പൈലറ്റിനെ കൊണ്ട് തിരിച്ച് അമേരിക്ക പോകാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് അമേരിക്കക്ക് ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പക്ഷേ അതുപോലെ ഇറാൻ ഇതൊരു നാണക്കേടുമായി മാറിയിട്ടുണ്ട്. ഇറാൻ ശരിക്കും അവരുടെ ഫൈറ്റർ ജെറ്റ് അടിച്ചിട്ട് അവർക്കൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ അച്ചീവ്മെന്റിന്റെ തിളക്കം നിലനിർത്താനായിട്ട് അവർക്ക് ഇവിടെ സാധിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശരിക്കും ഇറാൻ ഇത് ഇവിടെ നല്ല രീതിയിൽ ഒരു നാണക്കേട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് കാരണം. ഈ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് അവിടെ റൺവേ സ്ട്രിപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് അങ്ങോട്ട് വന്ന ഹെലികോപ്റ്ററുകൾ വന്നതിന് ശേഷം അവിടെ എയർക്രാഫ്റ്റുകൾ വന്നായിരുന്നു. അതായത് J-130 എന്നുള്ള എയർക്രാഫ്റ്റുകൾ വന്നിട്ട് അതിനകത്ത് സൈനികർ അവിടെ ഇറങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ F-35 പോലെയുള്ള വിമാനങ്ങൾ മുകളിൽ പറന്നുകൊണ്ടിരുന്നു, വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് ഈ 5000-ഓളം ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഇറാന്റെ സൈനികര് ഈ പ്രദേശത്തേക്ക് കൂടുതലും കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കടന്നു വരാതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഫൈറ്ററുകൾ മുകളിൽ പറന്നിട്ട് അവിടെ നിന്ന് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈനികർക്ക് അവിടെ നല്ല രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അതിന്റെ ഇടയിൽ അവർക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ 2 ഹെലികോപ്റ്റർ, ഞാൻ ആദ്യം പറഞ്ഞ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ആ 2 ഹെലികോപ്റ്ററും അമേരിക്കക്ക് നഷ്ടമായി. ആ ഹെലികോപ്റ്റർ നഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വിലയുള്ള ഹെലികോപ്റ്ററാണ്, $1 ബില്യൺ വിലയുള്ള ഹെലികോപ്റ്ററാണ്. അവരതവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. പിന്നെ അത് മാത്രമല്ല, ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
ഹെലികോപ്റ്ററുകൾ ഇറാൻ സൈന്യത്തിന് പിന്നീട് ലഭിക്കാൻ പാടില്ല. അതുകൊണ്ട് അമേരിക്ക തന്നെ ആ ഹെലികോപ്റ്ററുകൾ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അതുകൂടാതെ J-130 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റുകളെ നശിപ്പിച്ചിട്ടുണ്ട്. അത് 2 J-130 എയർക്രാഫ്റ്റുകൾ അവിടെ മണ്ണിൽ പുതഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രഷോൾഡ് കിട്ടാനായിട്ട് അവിടെ റൺവേ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ അതിശയകരമായ കാര്യമായിട്ടാണ്. ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിമിഷ നേരം കൊണ്ട് സ്ട്രിപ്പ് ഉണ്ടാക്കുന്നു, ഫൈറ്റർ ജെറ്റ് ഇറക്കുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ നേരത്ത് J-130 എയർക്രാഫ്റ്റുകൾ ഇവിടെ മണ്ണിൽ പുതഞ്ഞു പോയി. ഈ ഹെലികോപ്റ്റർ നശിപ്പിച്ച കൂട്ടത്തിൽ തന്നെ ഈ 2 ഫൈറ്റർ ജെറ്റുകളെ നശിപ്പിച്ചോളൂ. നമ്മള് ഒസാമ ബിൻ ലാദനെ പിടിക്കാനായിട്ട് അമേരിക്ക നടത്തിയ ദൗത്യത്തില് അബാട്ടബാദിൽ നിന്ന് അതുപോലെ തന്നെ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകൾ അവിടെ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് അമേരിക്ക പോയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പലരും പറയേണ്ട അവരുടെ ഹെലികോപ്റ്ററുകൾ വിമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടമുണ്ടെന്ന്. പക്ഷെ നഷ്ടമുണ്ടെങ്കിലും അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു വിമാനം അവർക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അത്രയും ഡിഫൻസ്, അവരുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു സൈനികന് കൊടുത്ത വില. കാരണം നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞപ്പോ ഇമ്രാൻഖാൻ നരേന്ദ്രമോദിനെ വിളിച്ചു സംസാരിക്കാനായിട്ട്, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ മോദി എന്താ ചെയ്തത്? മോദി കോൾ എടുത്തില്ല. അതായത് ജനീവ കരാർ പ്രകാരം എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം സൈനികനെ കൈമാറുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയാവാന്ന് പറഞ്ഞു. അപ്പോ ഇന്ത്യ വില ഒരു പട്ടാളക്കാരന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അമേരിക്കയും. അവരുടെ ഒരു പട്ടാളക്കാരൻ അത്ര വിലയാണ് അവർ കൊടുക്കുന്നത്. ആ ഒരു പട്ടാളക്കാരന് വേണ്ടി ഇവര് നശിപ്പിച്ച് കളഞ്ഞത് അവരുടെ 2 ഹെലികോപ്റ്റർ, 2 എയർക്രാഫ്റ്റ്, മുന്നേ ഏട്ടൻ എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ്, അതുപോലെ F-35. ഇതിന്റെയൊക്കെ എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ $1 ആണ്. $1 ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ 10 കോടി രൂപയോളം ഏകദേശം ഇമാമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു സൈനികനെ ജീവനോടെ പിടിക്കാനായിട്ട്. കാരണം അങ്ങനെ പിടിക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഗതി വേറൊന്നായി മാറിയേനെ. കാരണം അവർ ഈ പട്ടാളക്കാരനെ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്താനേ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു നിവൃത്തി ഇറാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവനോടെ തന്നെ ഈ പട്ടാളക്കാരനെ പിടിച്ചാനെ. അപ്പോ ഈ വീണ പട്ടാളക്കാരനെ കണ്ടുപിടിക്കാനായിട്ട് ഇറാന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ, ബന്ദിയാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇറാൻ ഇത് വലിയൊരു നാണക്കേട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാര് ഏതെങ്കിലും ഒരു ശത്രു ടെറൈനുള്ളിൽ വീണ് പോയാല് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. പല രാജ്യങ്ങൾക്കും അത് സാധിക്കുകയുമില്ല. അവിടെയാണ് അമേരിക്കൻ സൈനികര്, അല്ലെങ്കിൽ അമേരിക്ക അവരുടെ ആ ഒരു സൈനികന് വേണ്ടി അത്രയും നഷ്ടം സഹിച്ച് ആ ടെറൈൻ്റെ ഉള്ളിൽ വന്ന്, ഈ ടെറൈൻ എന്ന് പറയുമ്പോൾ ഒരു ഡെസേർട്ട് ടെറൈൻ വിത്ത് മൗണ്ടൻ ചുറ്റി നിൽക്കുന്ന ഒരു ടെറൈനാണ്. അതിന്റെ ഉള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തി 48 മണിക്കൂർ ഇറാന്റെ സൈനികര് ആ ഭാഗത്തേക്ക് അടുക്കാതെ എയറിൽ അതിന്റെ ഡോമിനേഷൻ നടത്തി, കരയിൽ അതിന്റെ ഡോമിനേഷൻ നടത്തി മിഷൻ സക്സസ്ഫുൾ ആക്കി തിരിച്ചു പോയത്. അപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേറ്റ് അച്ചീവ്മെന്റ് തന്നെയാണ് അമേരിക്കക്ക്. ഇറാൻ ഇതേപോലെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു തിളക്കം നിലനിർത്താനായിട്ട് ഇവിടെ ഇറാന് സാധിച്ചിട്ടില്ല. അപ്പോ ഇറാൻ ഈ 10 കോടി കൊടുക്കുമെന്ന് ആ പാരിതോഷികം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു. കാരണം ഇപ്പൊ ഒരു ദേശീയതയുള്ള വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒരു രാജ്യമാണെങ്കിൽ അവരുടെ ജനങ്ങളോട് പറഞ്ഞാൽ മതി, നമുക്കിങ്ങനെ ഒരു പൈലറ്റ് ഇതിന്റെ ഉള്ളിൽ വേണ്ടിയിട്ട് നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശീയതയുള്ള ആളുകളാണ് അവിടെ ഇതിന്റെ ഉള്ളിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരണകൂടത്തോട് താല്പര്യമുള്ള ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ ഈ പണം നോക്കൂല, അവരെ സൈനികനെ പിടിച്ചു കൊടുത്താൽ. പക്ഷെ ഇവര് ഈ ഇമാം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അവർ ഈ മിഷനിൽ പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എന്താണെങ്കിലും അമേരിക്കൻ സൈനികനെ അവരുടെ സൈനികനെയും കൊണ്ട് അവിടെ നിന്ന് പോയി. എന്തായാലും ഇവിടെ ഇറാന് നഷ്ടപ്പെട്ടത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. എന്താണെങ്കിലും ഇറാൻ അത് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ വരുന്ന യുദ്ധങ്ങളിൽ, വരുന്ന ഫൈറ്റുകളിൽ അവർക്ക് മേൽക്കോയ്മ നേടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതിൽ അപ്പുറമായിട്ട് അവർക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിപ്പോ തിങ്കളാഴ്ച നൈറ്റാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ചൊവ്വാഴ്ച ഇന്ത്യൻ ടൈം, ഏകദേശം ഇറാൻ ടൈമൊക്കെ ഏകദേശം 2 മണിക്കൂറിന് വ്യത്യാസമുള്ളൂ. നൈറ്റ് 8 മണിയാകുമ്പോഴേക്കും ഇനി ട്രംപ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം ലൈൻ നീട്ടിക്കൊടുക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ മാക്സ് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണാം. അപ്പോൾ അതിനുശേഷം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ് സാം സി സോജൻ.